ധനം അത്യാവശ്യമാണത്രേ മഹർഷി. കാരണം ധനം അടിസ്ഥാന ആവശ്യകതകളെല്ലാം പൂർത്തീകരിക്കുന്നതിൽ സഹായകരമാവുന്നതാണ്. എന്നാൽ ആഗ്രഹങ്ങളെല്ലാം ആവശ്യകതകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് എത്ര ധനമുണ്ടെങ്കിൽ തന്നെയും അത് പര്യാപ്തമായെന്ന് വരികയും. കാരണം ആഗ്രഹങ്ങൾ അനന്തമാണ്. അതിനാൽ മനുഷ്യർ ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ധനം സമ്പാദിക്കുക എന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്നു. അവർ അത്യാഗ്രഹികളായി മാറി. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന കാര്യം അവർ വിസ്മരിക്കുകയും ചെയ്യും. അത്തരം അത്യാഗ്രഹികളായ വ്യക്തികൾക്ക് മൃത്യു വരിക്കുന്ന സമയത്ത് പോലും ദുഃഖമുണ്ടാകുന്നതാണ്. പ്രാപ്തമാക്കിയതൊന്നും മതിയായില്ല എന്നതും ഇനിയും ബാക്കിയുണ്ട് എന്നതും. ആ സമയത്ത് ക്ഷണനേരത്തേക്ക് പോലും അവർക്ക് ഈശ്വരനെ സ്മരിക്കുവാൻ കഴിയില്ല. സ്വന്തം ജീവിതം നിരർത്ഥകമായി എന്നും വ്യർത്ഥമായി പോയി എന്നും അവർ മനസ്സിലാക്കുന്നു. ധനം എത്രയേറെയുണ്ടെങ്കിലും അത്രി മഹർഷി, അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. ശരീരം മറയ്ക്കുവാനായി വസ്ത്രം, വിശപ്പ് ശമിപ്പിക്കുവാനായുള്ള ആഹാരം, വിശ്രമിക്കുവാനായി ഒരു വാസസ്ഥലം. ഈ ആവശ്യകതകളെല്ലാം പൂർത്തിയായതിനു ശേഷവും ഉണ്ടാകുന്നത് അത്യാഗ്രഹങ്ങളാണ്. ധനികരായ വ്യക്തികൾ അധികമായി ആർജിക്കുന്ന ധനം നിശ്ചയമായും ദാനം ചെയ്യേണ്ടതാണ്.